ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ ഫസ്റ്റത്തെ ഒരു ലോങ് വീഡിയോ ആണ്. നമ്മളൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളൊരു പ്ലാനിങ് ഇല്ലാത്തൊരു ട്രിപ്പാണ്. പോകാൻ തോന്നി അപ്പോൾ അങ്ങ് പോയി. അങ്ങനത്തെ ഒരു ട്രിപ്പായിരുന്നു. അതുകൊണ്ട് വലിയ ഐഡിയകളൊന്നുമില്ല. എനിക്ക് ലോങ് വീഡിയോ ചെയ്യാനേ ഐഡിയകളൊന്നുമില്ല. ബട്ട് എങ്ങനെയൊക്കെയോ ചെയ്ത് കിട്ടുന്നൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഫുള്ള് പ്രിയദർശിനി ബസ്സായതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. നമ്മൾ ആ ബസ് കാത്ത് തന്നെ കുറേ ടൈം നമുക്കവിടെ പോയി. നമ്മൾ പോകുന്നത് മൺട്രോത്തുരുത്തേക്കാണ്. ട്രിപ്പ് പോകാൻ പ്ലാനിട്ട മൂവി ചോര കണ്ട തുടക്കം. തുടക്കം തന്നെ ചോര ഉണ്ടായതുകൊണ്ട് എന്തായാലും ഗംഭീരമാവും എന്നാണ് തോന്നുന്നത്. അതെങ്ങോട്ടുള്ളതാണോ? ഇന്ന് എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ചോര കണ്ടാ തുടക്കം. എങ്ങനെയൊക്കെയോ കാത്തു നിന്നിട്ട് ഒരു ബസ് കിട്ടി. നമ്മളൊരു പ്രൈവറ്റ് ബസ്സിൽ കയറി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മൾ കുറേ ലേറ്റായി ചെല്ലാൻ തന്നെ. നമ്മളൊരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഒരു മഴയുടെ ഒരു ലക്ഷണമൊക്കെ മാറി തുടങ്ങി. നല്ല മഴ പെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേന് രാത്രിയായി. നമ്മൾ പിന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ട് അവിടേക്ക് പോയി. നമ്മുടെ ഡെസ്റ്റിനേഷൻ മൺട്രോത്തുരുത്താണ്. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ്. പിന്നെ നമ്മൾ റൂമിലെത്തി. നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര അടിപൊളിയാണ്. ഒരു ഹൈഡൻ ബാത്റൂമൊക്കെ ഉണ്ട്. ഒരു കബോർഡിൻ്റെ സെറ്റപ്പിൽ കൊള്ളാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമാണ്. പിന്നെ ഒരു ഡൈനിങ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ സിറ്റ് ഔട്ടും അങ്ങനെ നല്ല ചില്ലറ കാര്യങ്ങൾ. ഇതെത്രയ്ക്കും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞു തീർക്കുന്നതെന്ന് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്നിട്ട് ഫുഡ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാത്രിത്തേക്ക് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യണമുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. കുറേ നേരം വെയിറ്റ് ചെയ്തു. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ ചെന്നപ്പോൾ ഭയങ്കര നമ്മുടെ ഹോം പോലെ തന്നെ നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പുറത്തൊക്കെ വെയിറ്റ് ചെയ്തു കുറേ നേരം. അവിടെ പുറത്ത് ഫുള്ള് കായലാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞാനീ പറയുന്നത് രാവിലെ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു തരാമെന്നൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തത് നല്ല കിഴി ബിരിയാണിയും പിന്നെ ഫ്രൈഡ് റൈസുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ മേടിച്ച് കഴിക്കാനുള്ള പ്ലാനുകളൊക്കെ ഇട്ടു. നല്ല വാഴയിലയിൽ പൊതിഞ്ഞ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഭയങ്കര നെയ്യുടെയൊക്കെ നെയ്ച്ചോറാണോ ബിരിയാണിയാണോ അങ്ങനൊരു കൺഫ്യൂഷനായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. പിന്നെ മോബി പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി. പിന്നെ ഞാനവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കണമല്ലോ, അപ്പോൾ അവളതെല്ലാം ചെയ്തോളും. അപ്പോൾ നമ്മൾ പിന്നെയും വീഡിയോസൊക്കെ കുറച്ചെടുത്തു. നാളെ ഞാൻ ഇതിലും നല്ല ക്ലിപ്സ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ നടക്കുകയാണെങ്കിലും ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടം. രാവിലത്തെ ഒരു ക്ലൈമറ്റാണിത്. ഭയങ്കര നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. മോബി രാവിലെ തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ചു. ഞാനിപ്പോൾ ഉറക്കം എണീറ്റതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഉറക്കം എണീറ്റ് തന്നെ ഫോൺ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊരു ലോങ് വീഡിയോ ഉണ്ടാവാൻ ഭയങ്കര ആഗ്രഹമാണ്. അത് എന്തെങ്കിലും സാധിക്കട്ടെയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉറക്കം എണീറ്റ് വന്നതേ ഉള്ളൂ. കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഫുള്ള് പുറത്ത് കായലാണ്. അപ്പോൾ നമ്മൾ ആ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ കുറച്ച് നേരം പുറത്തേക്ക് നിന്ന്.
പഠിച്ചങ്ങനെ തുടങ്ങുന്നത് ചുമ്മാ വെള്ളത്തിൽ ആക്കിയായിരുന്നു. എന്നാൽ ആക്കുന്നവിടെ എന്താ സംഭവം എന്താ രണ്ട് കയാക്കിങ് രണ്ട് വെള്ളത്തിൽ കിടക്കും. എന്നിട്ട് പാവം ആൻറ്റിമാരെ നമുക്ക് പുറത്ത് വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് പോയേ. ഞങ്ങൾ അറിയുക പോലും ഇല്ല, എന്നാലും പാവം ഭയങ്കര സംസാരിച്ചിട്ടൊക്കെ പോയി. തുണി തപ്പുന്ന മോബി തുണി തപ്പാത്ത എനിക്കും വയ്യ. ഞാനോ പിന്നെ റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഇതാണ് അവരുടെ ഔട്ട്ഫിറ്റ്. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, ബട്ട് അതിനുള്ള ടൈം കിട്ടിയില്ല. എളുപ്പം തന്നെ പോകേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ എളുപ്പം ഒരുങ്ങിപ്പോയി. കുറേ നടക്കാനുണ്ടായിരുന്നു ഈ വെയിലും കൊണ്ടിട്ട്. പിന്നെ നമ്മൾ നടന്ന് പോയി. ഹൗസ് ബോട്ടിങ്ങിൻ്റെയൊക്കെ സ്ഥലം എത്താറായിട്ടുണ്ട്. ഇതാണ് ഹൗസ് ബോട്ടിങ്ങിൻ്റെ സ്ഥലം. ഇതാണ് നമ്മുടെ പീസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. ഭയങ്കര അടിപൊളി, ഭയങ്കര കാമാണ്. പക്ഷെ ഭയങ്കര വെയിലാണ്. ഒരു ഈവനിങ് ടൈമൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. കയാക്കിങ്ങിനാണ് ഞങ്ങൾ പോയത്, ബട്ട് കയാക്കിങ് കയറാൻ പേടിയായതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ വള്ളത്തിലാണ് കയറിയത്. ഒരു 1 അവറിലൊക്കെ നല്ലൊരു ചാർജ് അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നമ്മൾ വിചാരിച്ചു നമ്മളെ പറ്റിക്കാണോ എന്നൊരു ഒരു സംശയമില്ലാതില്ല. ബട്ട് എന്നാലും അടിപൊളിയായിരുന്നു. നമുക്ക് വെള്ളത്തിലാകുമ്പോൾ വെറുതെ ഇരുന്നാൽ മതി, ആങ്കിൾ തുഴഞ്ഞോളും. കയാക്കിങ് പിന്നെ നമ്മൾ തന്നെ തുഴയണമല്ലോ. പിന്നെ നമ്മളൊരു നടുക്ക് കൊണ്ടൊരു സ്ഥലത്തെത്തിച്ചു. അവിടെ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി ഒരു മാങ്ങയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എന്തായാലും കയാക്കിനാണ് വന്നത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കയാക്കിങ്ങിന് കയറി. ആദ്യം തുഴയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ എങ്ങനെയൊക്കെയോ നമ്മൾ അടിപൊളിയായിട്ട് തുഴഞ്ഞു. ഇത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് ഈ കയാക്കിങ്. ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഈ കായലിൻ്റെ നടുക്കൊക്കെ കൊണ്ടുപോയി ഈ കയാക്കിങ് നമുക്കിങ്ങനെ നിർത്തിയിടാനും ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ നല്ലൊരു തുഴയണ ഒരു ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര അടിപൊളിയാട്ടോ അവിടെ. ഈ ഒരു വീഡിയോയിലാണ് ഞങ്ങൾ കുറച്ചും കൂടെ ഒരേപോലെ നല്ലപോലെ തുഴഞ്ഞത്. രണ്ടു വാക്ക് പറയും. പിന്നെ ആ ക്ഷീണം തീർക്കാൻ വേണ്ടി നമ്മൾ സംഭാരമൊക്കെ കുടിച്ചു. നമ്മൾ പിന്നെ ജങ്കാറിലാണ് പോയത്. അപ്പുറത്തേക്ക് പിന്നെ നമ്മൾ പോവല്ലേ, വെക്കേറ്റ് ചെയ്തു, നമ്മൾ പോവാണ്. അപ്പോൾ ജങ്കാറിലാണ് പോയത്. ഭയങ്കര അടിപൊളിയാണ്, പക്ഷെ ഭയങ്കര വെയിലാണ്. എല്ലാം ഭയങ്കര അടിപൊളിയാണ്, പക്ഷെ വെയിലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് താന്നിയിലോട്ടാണ് പോയത്. ഒരു ബീച്ചിലൊക്കെ പോയിട്ട് അങ്ങ് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ താന്നിൽ ബീച്ചിൽ പോയി കുറേ ഫോട്ടോസും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. എൻ്റെ ഈ ലോങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനത്തുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോയി. ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.